ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജാക്ക് ആൻഡ് ജോക്ക് എന്ന സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് കാണിക്കുന്ന നമ്മുടെ ജാക്കിൻ്റെ വീട്ടിൽ അവൻ്റെ മുത്തശ്ശിയും ടോയും പിന്നെ വേറെ 1-2 പെൺകുട്ടികളൊക്കെ ആയിട്ടിരുന്ന് ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നതാണ്. ഈ സമയം ആ വീട് ഒത്തിരി ക്ലീൻ ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആ പെൺകുട്ടികൾ അല്ല, ഈ വീട് സാധാരണ ഇങ്ങനെയല്ലോ, ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയാണ്. ഈ സമയം ടോയ് അത് പിന്നെ ജാക്കിൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ ഇവിടെയുണ്ട്, ആ പയ്യനാണ് ഇതെല്ലാം ക്ലീൻ ചെയ്തതെന്ന് പറയാണ്. ഇതേട്ട പെൺകുട്ടികൾ ജാക്കിൻ്റെ ഫ്രണ്ടാണോ ബോയ് ഫ്രണ്ടാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ടോയും ബോയ് ഫ്രണ്ടാണെന്നാണ് തോന്നിയെന്നൊക്കെ പറയുന്നുണ്ട്. കറക്റ്റ് ടൈമിന് അങ്ങോട്ടേ നമ്മുടെ ജാക്കും ജോക്കറും കയറി വന്നെത്തും. ഇതാണ് ജാക്കിൻ്റെ കൂടെയുള്ള ആ പയ്യനെന്ന് നമ്മുടെ ടോയ് പരിചയപ്പെടുത്താണ്. അപ്പോൾ തന്നെ നമ്മുടെ ടോയും കൂടെ ചേർന്നിട്ട് ഈ ഇരിക്കുന്ന എല്ലാ പെൺകുട്ടികളും കൂടെ ആയിട്ട് അവരെ രണ്ടുപേരും ബോയ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ കളിയായിക്കൊണ്ടിപ്പുണ്ട്. അതിനുശേഷം കാണിക്കുന്ന പിള്ളേർ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ജാക്കും ജോക്കറും ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നിരുന്ന് ഫുഡ് കഴിക്കുന്നതാണ് മുത്തശ്ശിയുടെ കൂടെ. ആ സമയം നമ്മുടെ ജാക്കാണെങ്കിൽ ഫുഡ് കഴിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ മുത്തശ്ശി ജാക്കിൻ്റെ അടുത്ത്, ജാക്ക്, ഞാനാണെങ്കിൽ നിൻ്റെ ബോസിൻ്റെ ആ ഒരു സ്ഥലത്തുനിന്ന് വീണ്ടും മരുന്ന് ഓർഡർ ചെയ്തായിരുന്നു എന്ന് പറയാണ്. കാരണം മുത്തശ്ശിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ മുത്തശ്ശിയുടെ മരുന്നെല്ലാം മേടിക്കുന്നത് നമ്മുടെ ബോസിൻ്റെ ബോസിൻ്റെ ആൾക്കാരായിട്ടുള്ളൊരു ഡോക്ടറുണ്ട്, അയാളുടെ അടുത്തുനിന്നാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ജാക്കിൻ്റെ അടുത്ത് മുത്തശ്ശി മരുന്ന് തീർന്നു, ഞാൻ പിന്നെയും ബോസിൻ്റെ അടുത്തുനിന്ന് മരുന്ന് വാങ്ങാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ജാക്ക് വേണ്ട ഇനി ബോസുമായിട്ട് ഇൻവോൾവ് ആവാനൊന്നും പോകണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം ഇവരിപ്പോൾ നമ്മുടെ അരാന് വേണ്ടി ആ നെക്ലേസ് മോഷ്ടിച്ചു, അങ്ങനെ പല പരിപാടികൾ ഒപ്പിച്ചു. എല്ലാം തന്നെ അരാൻ ബോസിൻ്റെ മകനാണെങ്കിലും ബോസ് അറിയാതെയായിരുന്നു അരാനും ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ട് തന്നെ ബോസുമായിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഇൻവോൾവ് ആവാൻ പോകണ്ടെന്ന് പറയാണ്. മുത്തശ്ശി ഇപ്പോൾ എന്താ കാര്യം ചോദിക്കുന്നുണ്ട്, എന്നാൽ സത്യം തുറന്ന് പറയാതെ, അത് പിന്നെ എൻ്റെ കുറച്ച് പൈസ വന്നിട്ടുണ്ട്, ആ പൈസയ്ക്ക് ഞാൻ അല്ലാതെ മുത്തശ്ശിക്ക് മരുന്ന് വാങ്ങിച്ചു പറയാണ്. ഇതേ ടൈമിന് നമ്മുടെ ജോക്കർ ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോൾ അവനാണെങ്കിൽ പ്ലേറ്റിൽ ഇരിക്കുന്ന മീനെല്ലാം ഇങ്ങനെ തിരിച്ചൊക്കെ വെക്കുകയാണ്. ആ സമയം മുത്തശ്ശി, ഇവനാണെങ്കിൽ ബാഡ് ലക്ക് കൊണ്ടുവരുമല്ലോ, ഇങ്ങനെ മീൻ തിരിച്ചൊന്നും വെക്കാൻ പാടില്ല, അതിൽ നിന്ന് മുള്ളെടുത്ത് മാറ്റിയിട്ട് തിരിക്കാതെ കഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഇത് ബാഡ് ലക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് നമ്മുടെ ജോക്കറിൻ്റെ അടുത്ത് ഇങ്ങനെ പഴയ ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ഓരോരോ ബാഡ് ലക്ക് ഗുഡ് ലക്ക് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്, അതുകൊണ്ട് നീ മര്യാദയ്ക്ക് ഇരുന്ന് കഴിക്കാൻ പറയാണ്. ആ ഒരു ടൈമിന് മുത്തശ്ശിയാണെങ്കിൽ നമ്മുടെ ജോക്കറിൻ്റെ അടുത്ത്, ഇനി നീ നേരെ വീട്ടിലോട്ടാണോ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ, എനിക്കറിയില്ല, മിക്കവാറും എൻ്റെ പാരൻസിന് എന്നെ കാണണം തീരെ ആഗ്രഹം ഉണ്ടാകത്തില്ല, അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോകാൻ ചാൻസ് ഇല്ല എന്ന് പറയാണ്. അങ്ങനെ അവർ ഫുഡ് ചെയ്യുന്ന ടൈമിന് നമ്മുടെ ജോക്കറാണെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ വിഷമിക്കുകയാണ്. അങ്ങനെ അവൻ്റെ മുഖം മാറുന്ന കണ്ടിട്ട് മുത്തശ്ശി എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ, ഞാനിതുപോലെ ഒത്തിരി പേരുടെ കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറേ നാളായി, മുമ്പൊക്കെ ഒരുമിച്ചിരുന്നൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് ഒന്ന് എഴുന്നേറ്റ് പോയാൽ മതി ആഗ്രഹമായിരുന്നു, മിക്ക സമയം ഒറ്റയ്ക്കാണ് കഴിക്കുന്നത്, അല്ലാതെ ഒരുമിച്ച് കഴിച്ചതൊക്കെ ഞാൻ ജയിലിലായിരുന്നപ്പോഴാണെന്ന് പറയാണ്. ആ സമയം മുത്തശ്ശി, നീ ഇപ്പം മോഷണമൊന്നും ഇല്ലല്ലോ, നീ അതൊക്കെ നിർത്തിയില്ലെന്ന് ചോദിച്ചപ്പോൾ ജോക്കർ, ഞാൻ നിർത്തി എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശിയപ്പോൾ നിനക്ക് താല്പര്യമുണ്ട് നീ ഇവിടെ താമസിച്ചോ, നിൻ്റെ കൂടെ ഞാനും ജാക്കൊക്കെ ഉണ്ടെന്ന് പറയാണ്. ജോക്കർ അപ്പം തന്നെ ഓക്കെ എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശിയും എങ്കിൽ ഓക്കെ, ഇനി നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, നിനക്ക് ഞങ്ങളുണ്ടെന്ന് പറയാണ്. അങ്ങനെ ഫുഡ് കഴിക്കുന്ന ടൈമിൽ എന്നാലും മുത്തശ്ശിക്ക് എന്തോ ഡൗട്ടുള്ളതുകൊണ്ട് തന്നെ പതുക്കെ നമ്മുടെ ജാക്കിൻ്റെ അടുത്ത് നിന്നിട്ട്, ഇവ ശരിക്കും മോഷണമൊക്കെ നിർത്തിയല്ലോ, ഇവ മോഷ്ടിക്കാനൊന്നും ഇറങ്ങൂലല്ലോ എന്നൊക്കെ ഇനി ചോദിക്കുന്നുണ്ട്. ആ സമയം ജാക്ക്, ഇല്ലെന്നാ തോന്നിയെന്നൊക്കെ പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ റോസാണെങ്കിൽ ഇപ്പോൾ ആ ഒരു മാല തിരിച്ചു കിട്ടാനായിട്ട് നമ്മുടെ ബോസിനെ കാണാൻ വന്നേക്കാണ്. കാരണം നമ്മുടെ റോസിന് അറിയാം ഇത് അരാൻ്റെ പണിയാണെന്ന്, അതുകൊണ്ട് തന്നെ നമ്മുടെ ജാക്കിൻ്റെ ഒരു ഫോട്ടോയുള്ളതുകൊണ്ട് അരാനും ജാക്കും കൂടെ എൻ്റെ മാല മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നുണ്ട്. ഈ സമയം നമ്മുടെ ബോസിന് ഏത് മാലയാണെന്ന് മനസ്സിലാകുന്നില്ല, മാലയെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആ സമയം ബോസ്, അവരങ്ങനെയൊന്നും ചെയ്യത്തില്ല, അവരെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം റോസ്, അങ്ങനെ അവർ രണ്ടുപേരും മാല കൊണ്ടുവന്ന് കണ്ടവരുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാക്കൊക്കെ ആയിട്ട് ആ മാല മോഷ്ടിക്കുന്ന ടൈമിന് അടിയുണ്ടാക്കി അവർ രണ്ടുപേരും വിളിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഇത് അവൻ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബോസ്, അവൻ ജാക്കാണെങ്കിൽ എങ്ങനെ നിങ്ങളുമായിട്ട് അവൻ ഫൈറ്റ് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവന്മാർ കറക്റ്റ് നമ്മുടെ ജാക്ക് എങ്ങനെയാണ് ഫൈറ്റ് ചെയ്തത് അത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ബോസ്, ഇത് ജാക്ക് ഇങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുന്നത്, ഞാൻ ജാക്കിനോട് ചോദിക്കാമെന്ന് പറയുന്നുണ്ട്. റോസ് അപ്പോൾ, വേണ്ട, ജാക്കിനോട് ചോദിക്കേണ്ട, അരാൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, അരാനാണ് തെറ്റുകാരെന്ന് പറയാണ്. കാരണം നമ്മുടെ റോസിന് ഇപ്പോഴും നമ്മുടെ ജാക്കിൻ്റെ അടുത്ത് എന്തോ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്, അതുകൊണ്ട് അവൾ ജാക്കിനെ കൊടുക്കുന്നില്ല, അരാൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി എന്ന് പറയാണ്. ഇതേസമയം അരാനെ കാണിക്കുമ്പോൾ അരാൻ അതേ മാലയൊക്കെ ഇട്ടുകൊണ്ട് ബാത്റൂമിൽ നിന്ന് അവൻ്റെ സൗന്ദര്യമൊക്കെ നോക്കി നിൽപ്പുണ്ട്. അതേസമയം അവൻ, ഹോപ്പ്, ജാക്ക്, ജോക്കർ, ഹോയ്, ടാറ്റു ഇവരെല്ലാവരും വരുന്നൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ മാല കണ്ടുപിടിച്ചതിന് താങ്ക്സ്, കണ്ടുപിടിച്ച് തന്നില്ലായിരുന്നെങ്കിൽ എല്ലാത്തിനെയും കൊന്നു കളയാനെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഇടുന്നുണ്ട്. അതൊക്കെ കണ്ടിരിക്കുന്ന തന്നെ നമ്മുടെ ഹോപ്പും ജോക്കറും ഒക്കെ ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവുന്നുണ്ട്. ടാറ്റു മാത്രം ഒരു തംസപ്പ് ഇടാണ്. ആ സമയം, ഞാൻ ഇത്രയും പറഞ്ഞിട്ടും ആകെ ഒരു തംസപ്പ് മാത്രമേ നിനക്കൊക്കെ ഇടാവുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതൊക്കെ ടാറ്റുവിൻ്റെ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അതെടുത്ത് നോക്കുന്ന ടൈമിൽ ചെറിയൊരു ചിരിയൊക്കെ നമ്മുടെ അരാൻ്റെ മുഖത്ത് വരുന്നുണ്ട്. അതിനുശേഷം പിന്നെ ബോസിനെ കാണിക്കുമ്പോൾ നമ്മുടെ ബോസാണെങ്കിൽ, അല്ല, ഏത് മാലയാണ് അരാൻ നിങ്ങളുടെ അടുത്തുനിന്ന് കൊണ്ടുപോയെന്ന് ചോദിക്കുകയാണ്. ആ സമയം നമ്മൾ ആ ഒരു മാലയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ബോസിനറിയാം തൻ്റെ വൈഫിൻ്റെ മാലയായിരുന്നു, അതുപോലെ തന്നെ അരാൻ്റെ മാല തന്നെയാണ് അതെന്ന്. അപ്പോൾ അരാൻ്റെ മാല ഇങ്ങനെ റോസിൻ്റെ കയ്യിലെത്തി. അങ്ങനെ പല ഇതും നമ്മുടെ ബോസിൻ്റെ മൈൻഡിൽ ഇപ്പോൾ കയറി വരുവാണ്. അതേസമയം നമ്മുടെ ബോസാണെങ്കിൽ ശരി ഞാൻ അവരോട് ചോദിക്കാമെന്ന് പറയുന്നുണ്ട്.
ജാക്കിനെയും ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ റോസ് ജാക്കിനെ ചോദ്യം ചെയ്യരുത്, അവൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് പറയാനും പോകരുത്, അവൻ ഇപ്പം തന്നെ ലൈഫിൽ കുറേ കഷ്ടപ്പെടുന്നുണ്ട്, അവനെ ഇനി കഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റോസ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അതിനുശേഷം പിന്നെയും ജാക്കിനെയും ജോക്കറിനെയും കാണിക്കുമ്പോൾ നമ്മുടെ ജോക്കർ ഇപ്പോൾ ജാക്കിൻ്റെ റൂമിൽ നിൽക്കുകയാണ്. ജാക്കാണെങ്കിൽ അവൻ്റെ ബെഡ് ഒരുക്കി കൊണ്ട് നിൽപ്പുണ്ട്. ഈ സമയം ജോക്കർ ഇങ്ങനെ ചുറ്റിനും നോക്കുവാണ്. അത് കണ്ടിട്ട് ജാക്ക് എന്താ നോക്കുന്നതെന്ന് വെച്ചപ്പോൾ ജോക്കർ അല്ല നീ എനിക്ക് കിടക്കാനായിട്ട് നിൻ്റെ ബെഡ് ഇപ്പോൾ റെഡിയാക്കിയല്ലേ, അപ്പം നീ ഇനി എവിടെ കിടക്കുമെന്ന് നോക്കിയതാ, ഇവിടെ വേറെ സ്ഥലമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ജാക്ക് എന്തോ നിനക്ക് കിടക്കാനോ, ഇത് എനിക്ക് കിടക്കാൻ വേണ്ടിയുള്ളതാ, പിന്നെ നിനക്ക് ഇതോ ആ ദൂരെ സൈഡിൽ കിടന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഷീറ്റ് നിലയിലെടുത്ത് തറയിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയം ജോക്കറാണെങ്കിൽ ഹലോ ഞാനാണെങ്കിൽ റിച്ച് ആയിട്ടുള്ളൊരു ഫാമിലിയിൽ നിന്ന് വന്ന ആളാണ്, എനിക്ക് ഈ തറയിൽ കിടന്ന ശീലമൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ജാക്കാണെങ്കിൽ ഇവിടെ തറയിൽ കിടക്കാനേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജോക്കർ വിട്ടു കൊടുക്കുന്നില്ല, അവൻ നേരെ ബെഡിൽ കയറി കിടക്കുകയാണ്. ജാക്കും അങ്ങോട്ട് ചെയ്തിട്ട് ഇവനെ പിടിച്ച് വലിച്ചു മാറ്റാനുള്ള ശ്രമത്തിലാണ്. ആ ഒരു ടൈമിൽ നമ്മുടെ ജാക്കിന് നേരത്തെ കത്തി കൊണ്ടിട്ട് കുത്തു കിട്ടിയതുകൊണ്ട് തന്നെ അവൻ ആ ഒരു ഇടം വേദനിക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ ജോക്കർ അയ്യോ സോറി ഞാനത് ഓർത്തില്ല, നിനക്ക് ബാൻഡേജ് മാറ്റണോ, നീ മാറ്റിത്തരാണെങ്കിൽ പറഞ്ഞാൽ അത് ഞാൻ മാറ്റിത്തരാം, നിൻ്റെ ഡ്രസ്സ് മാറ്റിക്കാൻ നോക്കട്ടെ, ബ്ലഡായോ നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം നമ്മുടെ ജാക്കാണെങ്കിൽ ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയാണ്. ഇതേ സമയം നമ്മുടെ ജാക്കിൻ്റെ മുത്തശ്ശി ഈ ഒരു റൂമിൻ്റെ വെളിയിൽ ഡോറിൻ്റെ അവിടെ വന്ന് നിന്ന് എന്താ സംഭവിക്കുന്നതെന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി കേൾക്കുമ്പോൾ നീ ഡ്രസ്സ് മാറ്റി, ആരാ മുകളിൽ കിടക്കുന്നത്, ആരാ താഴെ കിടക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അവരുദ്ദേശിച്ചത് ആര് തറയിൽ കിടക്കും ആര് ബെഡിൽ കിടക്കുന്നതാണ്. എന്നാൽ മുത്തശ്ശി ഇതൊക്കെ കേട്ടിട്ട് ഇവർ തമ്മിൽ എന്തൊക്കെയോ നടക്കുവാണെന്ന് വിശ്വസിച്ചിട്ട് മുത്തശ്ശി നാടിച്ച് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം നമ്മുടെ ജാക്ക് ബെഡിലും ജോക്കർ തറയിലോട്ട് കിടക്കുകയാണ്. ഈ സമയം ജോക്കർ നീയാണെങ്കിൽ എന്നും എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം എത്രയും പെട്ടെന്ന് എൻ്റെ കടങ്ങളൊക്കെ തീർക്കാൻ പറ്റണേ, എന്നിട്ട് എൻ്റെ ആഗ്രഹമൊക്കെ നടത്താൻ പറ്റണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് നമ്മുടെ ജാക്ക് പറയാണ്. ജോക്ക് അപ്പോൾ പഴയ സ്വപ്നം തന്നെയാണോ ഇപ്പോഴും ഉള്ളതെന്ന് വെച്ചപ്പോൾ അത് തന്നെ നിനക്ക് ഓർമ്മയുണ്ടോ ചോദിക്കുകയാണ്. ആ സമയം ജോക്കർ പിന്നെ ഓർമ്മയില്ലാതെ നിൻ്റെ ആഗ്രഹം ഇവിടുത്തെ പിള്ളേർക്ക് വേണ്ടിയിട്ട് പഠിക്കാനായിട്ടൊരു സ്കൂള് കിടന്മാർ പഠിപ്പിക്കണമെന്നൊക്കെയല്ലേ, അതൊക്കെ നടക്കും, ഞാനും എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, ഞാൻ സ്നേഹിക്കുന്നവർക്കൊന്നും ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടും വരല്ലേ എന്ന്, നമ്മുടെ രണ്ടുപേരും ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങുകയാണ്. പിന്നീട് അടുത്ത ദിവസം രാവിലെ ഇവർ രണ്ടുപേരും റെഡിയാവുന്നതാണ്. ഈ സമയം നമ്മുടെ ജാക്ക് പല്ല് ചെയ്യുന്ന ടൈമിന് ജോക്കർ അവിടെ ഇരുന്ന് ക്രീമൊക്കെ എടുത്ത് മോത്തിട്ട് ഭയങ്കര സുന്ദരനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ജാക്ക് അത് നോക്കിക്കൊണ്ടിരിക്കുന്നതിനോട് ജോക്കർ എന്തായാലും നോക്കുന്നത്, എന്നെക്കാളും അത്ര അടിപൊളിയാണെന്ന് ചോദിച്ചപ്പോൾ ജാക്ക് പിന്നെ അടിപൊളി ഒന്ന് ഇറങ്ങിപ്പോയി, എനിക്ക് റെഡിയാവുള്ളേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാക്കാണെങ്കിൽ ജോക്കറിനെ തള്ളി മാറ്റുന്നുണ്ട്. അതിനുശേഷം ബോസിനെ കാണിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ബോസ് ആണെങ്കിൽ അരാൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ബോസിന് മനസ്സിലായി അരാൻ ആ ഒരു മാല കൊണ്ട് കളഞ്ഞു, അങ്ങനെയാണത് റോസ് മേടിച്ചത്, എന്നിട്ട് അവൻ തന്നെ ആ റോസിൻ്റേത് ആ ഒരു മാല മോഷ്ടിച്ചു എന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ എങ്ങനെ ആൾക്കാരെ മുഖത്ത് നോക്കും, നീയാണെങ്കിൽ റോസിൻ്റെ കയ്യിൽ നിന്ന് മാല മോഷ്ടിക്കാൻ പോയിരിക്കുകയാണല്ലോ, എന്തെങ്കിലും എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അരാൻ ഞാനങ്ങനെ റോസിന് കൊടുക്കും, അതെൻ്റെ അമ്മയുടെ മാലയല്ലേ എന്ന് പറയാണ്. ഈ സമയം നീയല്ലേ അത് കൊണ്ട് കളഞ്ഞത്, അതോടല്ലേ റോസിൻ്റെ എത്തിയത്, എന്നിട്ടിപ്പോൾ നീ ഇടന്ന് ന്യായീകരിക്കാൻ നിൽക്കുന്നു, ഇങ്ങനെയാണെങ്കിൽ ഭാവിയിൽ നമ്മുടെ കമ്പനി എങ്ങനെ നിന്നെ ഏൽപ്പിക്കുമെന്ന് നോക്കിയാണ്. ഇതേസമയം ഹോപ്പിനെ അവിടെ കെട്ടിയിട്ടിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അരാനെ സ്വന്തം മകനെ കൊണ്ട് അത്ര അടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ അരാന് കൂട്ടുന്നതെല്ലാം മോഷ്ടിക്കാൻ നിന്നതിന് ഹോപ്പിനെ ഒരുപാട് അടിക്കുന്നുണ്ട്. ഹോപ്പിന് എന്തെങ്കിലും പറ്റിപ്പോകുന്ന സിറ്റുവേഷൻ വന്നപ്പോൾ അരാനാണെങ്കിൽ എനിക്ക് മനസ്സിലായി അച്ഛാ, ഐ എം സോറി എന്ന് പറയാണ്. അങ്ങനെ അയാൾ ഹോപ്പിനെ വിടുവാണ്. എന്നിട്ട് ബോസാണെങ്കിൽ നമ്മുടെ അരാനെ നോക്കിയിട്ട് എനിക്ക് വേറെ വല്ല മകനുമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ എന്നിങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് പറയാണ്. ഇതും അരാൻ ദേഷ്യം വന്നിട്ട് ഓഹോ അങ്ങനെയാണല്ലേ, എനിക്കൊരു കാര്യം ചെയ്യും, ഇനി ഞാൻ ഈ വീട്ടിലോട്ട് വരത്തില്ല, എന്തെങ്കിലും സ്വയം നേടാതെ നിങ്ങൾ എന്നെ കാണത്തില്ല എന്ന് പറയാണ്. ആ സമയം ബോസ് അരാനെ ഹഗ് ചെയ്യാണ്. ഞാൻ വിചാരിച്ചു ബോസ് മനസ്സൊക്കെ അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് അങ്ങനെയൊന്നും പോകണ്ടെന്ന് പറയുമെന്ന്. എന്നാൽ ബോസ് നേരെ തിരിച്ച് അരാൻ്റെ അടുത്ത് എങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ ഇനി കാണുമെന്ന് തോന്നുന്നില്ല, കാരണം നിന്നെ കൊണ്ടൊന്നും നേടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഗുഡ് ലക്ക് പറയാണ്. അരാനും ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അവൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഇതേ ടൈമിന് നമ്മുടെ ഹോപ്പൊക്കെ അന്ന് നമ്മുടെ ജോക്കനെ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ജാക്കിൻ്റെ മോതിരം കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അവിടെ ബോസിൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബോസ് ആ ഒരു മോതിരമൊക്കെ എടുത്ത് നോക്കിയിട്ട് നമ്മുടെ താഴെ അവിടെ ബ്ലഡൊക്കെ ഒലിച്ച് വീണ് കിടന്ന് നമ്മുടെ ഹോപ്പിൻ്റെ അടുത്ത് ഈ സംഭവത്തിനെല്ലാം ശരിക്കുമുള്ള കാരണക്കാരൻ ആരാണെന്ന് ചോദിക്കുകയാണ്. അവിടെ നേരെ സീൻ കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജാക്കിൻ്റെ മുത്തശ്ശി ജാക്കിനും ജോക്കറിനും റെഡ് കളർ എൻവലപ്പൊക്കെ കൊടുക്കുന്നതാണ്. കാരണം അവിടെ ഇപ്പോൾ ചൈനീസ് ന്യൂ ഇയർ ആണ്, അപ്പോൾ അത് ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ കാർഡൊക്കെ കൊടുത്തിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, ലൈഫിൽ എപ്പോഴും നല്ലത് മാത്രം ഉണ്ടാവട്ടെ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ടൈമിനാണ് കരഞ്ഞുകൊണ്ട് ടോയ് അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ അവൾ കരയുന്ന കണ്ടിട്ട് ഇവരെന്താ കാര്യമെന്ന് വെച്ചപ്പോൾ ടോയ് ആണെങ്കിൽ എൻ്റെ മുമ്പത്തെ ക്ലാസ്മേറ്റ്സ് എല്ലാം എനിക്ക് തീരെ എഡ്യൂക്കേഷൻ ഇല്ല, എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഒരുപാട് കളിയാക്കി എന്ന് പറയാണ്. ആ സമയം നമ്മുടെ ജാക്ക് അങ്ങനെയൊന്നുമല്ല, നീ നല്ല അടിപൊളിയില്ല, നീ നിൻ്റെ മാത്സിലെ കഴിവൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കാത്ത എന്താണെന്ന് ചോദിക്കുകയാണ്. ആ സമയം ടോയ് ഞാൻ അതൊക്കെ മറന്നുപോയി, എനിക്കെന്താ മറ്റു കുട്ടികളെ പോലെ ഇപ്പോൾ സ്കൂളിൽ പോകാൻ പറ്റാതെ, എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് അവരുടെ അടുത്ത് എത്താൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ ജോക്കറാണെങ്കിൽ
നിനക്കാണെങ്കിൽ ആര് പറഞ്ഞു പറ്റത്തില്ല എന്ന്. നിന്നെ ഫസ്റ്റ് കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു നീ ഒരു സൂപ്പർ ഹീറോ ആണെന്ന്. കാരണം എല്ലാ സൂപ്പർ ഹീറോസിനും കോമൺ ആയിട്ടുള്ള എന്തെന്നറിയോ? കഷ്ടപ്പാട്. അവരെല്ലാവരും അവരുടെ ലൈഫിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ആ കഷ്ടപ്പാടാണ് അവരെ സ്ട്രോങ് ആക്കിയത്. ഞാനും ഒരു സൂപ്പർ ഹീറോയാണ്, ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, നീയും കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മൾ കഷ്ടപ്പെടുന്ന ഒരേ സെയിം കാര്യമല്ല. എന്നാലും നമ്മൾ ആ ഒരു കഷ്ടപ്പാടിലൂടെ നമ്മൾ നമ്മുടെ പവർ മനസ്സിലാക്കുന്നുണ്ട്. നീ വലുതാകുമ്പോൾ നിൻ്റെ പവർ നീ മനസ്സിലാക്കും. അതുകൊണ്ട് കരയാതിരിക്കും, നീ ഒരു സൂപ്പർ ഹീറോ ആണെന്ന് പറയാണ്. ആ സമയം ജാക്ക്, ഒരു കാര്യം ചെയ്യാം, ഇനി തൊട്ട് നിനക്ക് പഠിക്കണം എന്നുള്ളപ്പോൾ നീ എൻ്റെ വീട്ടിൽ വാ, അല്ലെങ്കിൽ ഞാൻ ഒരു സ്കൂൾ വർക്കായിരിക്കും, നിന്നെ ഞാൻ പഠിപ്പിച്ചുതരാം, ഇപ്പോൾ എല്ലാം ഓക്കെ അല്ലേ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ടാറ്റുവും ഹോയും പിന്നെ ടാറ്റുവിൻ്റെ അമ്മയും കൂടെ ഒരു മുമ്പ് താമസിച്ച അതേ റൂമിലേക്ക് തിരിച്ചു വരുന്നതാണ്. വന്നപ്പോൾ തന്നെ ടാറ്റുവിൻ്റെ അമ്മ, ഓ സെയിം റൂമാണോ? ഈ സ്ഥലമെന്ന് പറഞ്ഞാൽ ദോഷമെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ദോഷമാണ്, എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം ടാറ്റു ഹോയുടെ അടുത്ത്, നീ ഇവിടെ നിൽക്കുന്നു എന്ന് വെച്ചപ്പോൾ ഹോയ്, എൻ്റെ സാധനങ്ങൾ നിങ്ങളോട് ഞാനന്ന് അമ്പലത്തിൽ കൊണ്ടുവച്ചില്ലേ, അതൊന്ന് തിരിച്ചു കൊടുത്തോണ്ടൊരു എനിക്ക് വയ്യ, അതുകൊണ്ട് കുറച്ച് നാളെങ്കിൽ അവിടെ താമസിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഹോയി ഇവരുടെ അടുത്ത് ബായ് പറഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. ആ സമയം നമ്മുടെ ടാറ്റുവിൻ്റെ അമ്മ, ഞാനും വരുക, ഈ ശാപം പിടിച്ച വീട്ടിൽ ഞാൻ നിൽക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പ്രാർത്ഥനയുടെ എന്തൊരു സംഭവം ഡോറിലൊട്ടിച്ചിട്ട് ടാറ്റുവിൻ്റെ അടുത്ത് ബായ് പറഞ്ഞിട്ട് ഇവരൊരു സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ടാറ്റു ഇങ്ങനെ തിരിച്ച് വരണ്ടെന്നും പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അരാനാണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണ്. ഇവൻ്റെ 2 അസിസ്റ്റൻസും അവിടെയുണ്ട്. അവരുടെ അടുത്താണെങ്കിൽ ഞാൻ ആരാന്ന വിചാരം, അച്ഛനാണെങ്കിൽ എൻ്റെ കാറും എൻ്റെ റൂമും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പോകാൻ സ്ഥലമില്ലെന്നാണ് വിചാരിച്ചത്, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഒരു 3 സ്റ്റാറോ 4 സ്റ്റാറോ ഹോട്ടൽ ബുക്ക് ചെയ്യ്, ഒരു മാസം ഇനി അവിടെ താമസിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഒരു അസിസ്റ്റൻ്റ് ആണെങ്കിൽ, അപ്പോൾ നിങ്ങൾ കാര്യമൊന്നും അറിഞ്ഞില്ലേ, നിങ്ങളുടെ ബോസ് അതായത് അച്ഛൻ അറിയിച്ചായിരുന്നു, അതായത് നിങ്ങൾ ആര് കണ്ടാലും മൈൻഡേ ചെയ്യേണ്ട, നിങ്ങളുമായിട്ട് ഒഫീഷ്യലി എല്ലാ ബന്ധവും ഒഴിവാക്കി, അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ നിനക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് നീ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ചെയ്തു തരേണ്ട ആവശ്യമില്ല എന്ന് പറയാണ്. ആ സമയം ആരാനാണെങ്കിൽ ഓഹോ അങ്ങനെയായോ എന്ന് പറഞ്ഞിട്ട് അടുത്ത അസിസ്റ്റൻറ്റിൻ്റെ അടുത്ത് നീ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറയാണ്. അപ്പോൾ ആ അസിസ്റ്റൻ്റ് ആണെങ്കിൽ എനിക്കും പറ്റത്തില്ല എന്നുള്ള രീതി ഇരിപ്പുണ്ട്. ആ സമയം ആരാൻ ഒന്നും അല്ലാതെ നിന്നെ ഫാഷൻ ഇൻഫ്ലുവൻസറാക്കി ഞാനാണെന്ന് പറയുന്നുണ്ട്. ആ സമയം 2 അസിസ്റ്റൻസും കൂടെ ഒരുമിച്ച്, പക്ഷേ പൈസ തരുന്നത് ബോസ് അല്ലേ, നീയല്ലല്ലോ, നീ ഒരു ജ്വല്ലറി ബ്രാൻഡ് ഉണ്ടാക്കിയെന്ന് കരുതി ഞങ്ങളവിടെ വച്ചെന്ന് കരുതി നീ ഞങ്ങളുടെ ബോസ് ആവത്തില്ല, ബോസ് എപ്പോഴും നിൻ്റെ അച്ഛൻ തന്നെയായിരിക്കും, കാരണം അയാളാണ് ഞങ്ങൾക്ക് സാലറി തരുന്നത്, അതുകൊണ്ട് നിന്നെ ഇപ്പോൾ പുറത്താക്കിയോണ്ട് തന്നെ നിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയാണ്. അങ്ങനെ അരാനയും, അതായത് അരാനാണെങ്കിൽ ഒരു ഫാഷൻ ജ്വല്ലറി അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഒരു ബ്രാൻഡ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഇവർ വർക്ക് ചെയ്യാനുള്ള ആൾക്കാരായിരുന്നു ഇവർ. അപ്പോൾ ഇവരാണെങ്കിൽ ഇപ്പോൾ ഇവൻ്റെ അടുത്ത് നിന്നെ ആ ബ്രാൻഡിൽ നീ ഞങ്ങൾ ഒഴിവാക്കിയെന്ന് പറയാണ്. അരാനപ്പോൾ ഓഹോ ഇപ്പം അങ്ങനെയല്ലേ, ആ ബ്രാൻഡ് തന്നെ ക്രിയേറ്റ് ചെയ്ത ഞാനാ, നിങ്ങളെന്നെ ഒഴിവാക്കിയെന്ന് വെച്ചിട്ട് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് വിചാരിച്ചത്, ഞാൻ ഇതിനേക്കാളും വലിയ വേറൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയാണ്. അതും പറഞ്ഞ് ഇവരുടെ ദേഷ്യപ്പെട്ടിട്ട് നമ്മൾ അരാൻ എഴുന്നേറ്റ് പോവാണ്. ആ സമയം അവരാണെങ്കിൽ കഴിച്ച ഫുഡിന് പൈസ കൊടുക്കുന്നില്ലെന്ന് വെച്ചപ്പോൾ അരാൻ ഭയങ്കര കാര്യത്തിൽ അവൻ്റെ കാർഡൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. ആ സമയം ഉടനെ തന്നെ നിൻ്റെ ബാങ്ക് അക്കൗണ്ട് നിൻ്റെ അച്ഛൻ ഫ്രീസാക്കി കഴിഞ്ഞു, അതിൻ്റെ അത് ക്യാഷൊന്നും ഇല്ലയെന്ന് പറയാണ്. ഇതും അരാൻ ദൈവം ഇനി എന്ത് ചെയ്യുന്ന ആലോചന എന്നിട്ട് അരാൻ ലാസ്റ്റ് ഒരു വഴിയില്ലാത്തതുകൊണ്ട് പ്ലീസ് നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നില്ലേ, ഞാൻ കുറേ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, സോറി, നിങ്ങൾ പിന്നെ അതിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതല്ലേ, ഈ ഒരു കാര്യത്തിന് ഒന്ന് ഫുഡിന് പൈസ കൊടുക്കുമോ പ്ലീസ് 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 എന്ന് ചോദിക്കുകയാണ്. അവരങ്ങനെ കുറച്ചൊക്കെ ഒന്ന് അരാനായിട്ടാക്കിയിട്ട് ചാരിറ്റിയൊക്കെ നടത്തിയിട്ട് കുറേ നാളായി, ഒരു പാവപ്പെട്ടവന് ഫുഡിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്ന പോലെ നമ്മൾ ചാരിറ്റി ആയിട്ട് ഈ പൈസ കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട്. അരാൻ നല്ല ദേഷ്യം വരുന്നുണ്ട്. അതിനുശേഷം അരാൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ ഹോപ്പിനെ കോൾ ചെയ്യാണ്. ഇതേസമയം ഹോപ്പും ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ അരാൻ ഞാനിത് എവിടെ പോകും ഈശ്വരാന്ന് ആലോചിച്ച് നടന്നു പോവാണ്. അതിനുശേഷം സേവിനെ കാണിക്കുമ്പോൾ സേവ് പുറത്തേക്ക് പോകാൻ ഇറങ്ങുകയാണ്. തൊട്ടടുത്ത് നമ്മുടെ ഹോപ്പിൻ്റെ റൂമാണ്. സേവ് അങ്ങനെ നടന്നു വരുന്ന ടൈമിന് അവിടെ തറയിൽ 1-2 തുള്ളി ബ്ലഡ് കിടക്കുന്നുണ്ടിട്ട് നേരെ പേടിച്ച് ഹോപ്പിൻ്റെ റൂമിൻ്റെ അകത്തേക്ക് കയറി വെക്കാണ്. നോക്കിയപ്പോൾ ഹോപ്പ് അടിയും കൊണ്ട് അവിടെ ബോധമില്ലാത്ത രീതിയിൽ കിടക്കുന്നുണ്ട്. ഉടനെ തന്നെ സേവ് ചെയ്തിട്ട് നമ്മുടെ ഹോപ്പിനൊക്കെ എഴുന്നേൽപ്പിച്ചിട്ട് നിനക്ക് എന്താ പറ്റി പറയുക, ആരുമായിട്ട് അടി ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഹോപ്പ് ഒന്നുമില്ല, നിനക്ക് വർക്കിന് പോകണ്ടേ, പൊക്കോളാൻ പറയാണ്. സേവ അപ്പോൾ ഞാൻ ചോദിച്ചതിന് മറുപടി തരാം, ആരാ നിൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തത്, നീ ആരുമായിട്ട് അടി ഉണ്ടാക്കിയെന്ന് വെച്ചപ്പോൾ അത് പിന്നെ ബോസാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു, ബോസ് എന്നെ അടിച്ചതാന്ന് പറയുന്നുണ്ട്. ആ സമയം സേവ് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയാനായിട്ട് പറയാണ്. അതിനുശേഷം അവിടെ സീൻകട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജാക്കും ജോക്കറും ടാറ്റും ഹോയും കൂടെ ഒരിടത്ത് ഒരുമിച്ചിരിക്കുന്നതാണ്. അവരിപ്പോൾ നമ്മുടെ ജാക്കിന് സ്കൂൾ ഓപ്പൺ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം നടത്തിയെടുക്കുന്നതിനെ പറ്റി ഇങ്ങനെ ഡിസ്കസ് ചെയ്യാണ്. ആ സമയം നമ്മുടെ ടാറ്റു ഒക്കെ ആണെങ്കിൽ അതിന് കുറേ പൈസ ആവില്ല, നീ ശരിക്കും ആലോചിച്ചിട്ടാണോ നീ എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കുമെന്നൊക്കെ ചോദിച്ചപ്പോൾ വേണ്ടവർക്ക് വേണ്ടതുപോലെയൊക്കെ പഠിപ്പിക്കും, പിന്നെ ടേക്ക് കൊണ്ട് വേണമെന്നുള്ളവർക്ക് അതിൻ്റെ ക്ലാസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ ജോക്കറാണെങ്കിൽ നമുക്ക് എല്ലാവരും ഇപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ കൂട്ടുന്നുണ്ടല്ലോ, പിന്നെ ബാക്കി വരുന്ന പൈസയും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം ജാക്കാണെങ്കിൽ ഒന്ന് ഡൗട്ട് വന്നിട്ട് നീ പിന്നെ മോഷ്ടിച്ച് പൈസ ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചപ്പോൾ ഇല്ല 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 ഞാൻ ആ പടിയൊക്കെ നിർത്തിയെന്ന് പറയുന്നുണ്ട്. ഇതേ ടൈമിന് അരാനെ കാണിക്കുമ്പോൾ
ആരാനാണെങ്കിൽ നടന്ന് 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 തളർന്ന് ഇങ്ങനെ എത്തി നിൽക്കുകയാണ് ഒരിടത്ത്. അങ്ങനെ വന്ന് നോക്കിയപ്പോഴാണ് ഇവർ നാലുപേരും ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ആരാൻ നേരെ ഇവരുടെ അടുത്തോട്ട് വന്നിരുന്നിട്ട് കരയാൻ തുടങ്ങുകയാണ്. അതിനുശേഷം അച്ഛനെല്ലാം കണ്ടുപിടിച്ചെന്നും താൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന കാര്യങ്ങളും എല്ലാം തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ അവനിപ്പോൾ നിൽക്കുക ഒരു സ്ഥലം വേണമെന്നിറങ്ങിയപ്പോൾ ജാക്കാണെങ്കിൽ എൻ്റെ വീട് ഓൾറെഡി ഫുള്ളാണെന്ന് പറയുന്നുണ്ട്. ഹോയി അപ്പോൾ വേണമെങ്കിൽ നീ എൻ്റെ അവിടെ അമ്പലത്തിൽ വാ, നമുക്ക് അവിടെ താമസിക്കാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറയാണ്. ആ സമയം ഹോയി എങ്കിലും ടാറ്റു കൊണ്ടുള്ളപ്പോൾ ടാറ്റുവിൻ്റെ വീട്ടിൽ ആരും ഇല്ല, അവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ടാറ്റു നരകത്തിലെത്തിയാലും ശരി ഇവൻ്റെ അവിടെ ഞാൻ ഒരുമിച്ച് താമസിക്കത്തില്ല, എനിക്ക് ഒറ്റയ്ക്ക് നിന്നാൽ മതിയെന്നിരുന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെയാണ് കാണിക്കുന്നത് നമ്മുടെ ടാറ്റു വരാനും ഒരുമിച്ച് നമ്മുടെ ടാറ്റുവിൻ്റെ വീട്ടിൽ നിൽക്കുന്നതാണ്. ഈ സമയം ഇതേ ബിൽഡിങ്ങിൽ വേറെ ഫ്ലോറിലാണ് നമ്മുടെ ഹോപ്പ് താമസിക്കുന്നത്. അങ്ങനെ ടാറ്റു ആ ഒരു റൂം നമ്മുടെ ആരാന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നീ അവൻ്റെ അടുത്തേക്ക് പോകാൻ പറയുന്നുണ്ട്. എന്നാൽ ആരാൻ ഞാൻ കാരണം കുറേ അനുഭവിച്ചു, അതുകൊണ്ട് ഹോപ്പിനെ ഇനി കഷ്ടപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആരാൻ പോവാതെ നമ്മുടെ ടാറ്റുവിൻ്റെ റൂമിൽ തന്നെ നിൽപ്പുണ്ട്. ആ സമയം ടാറ്റു ആണെങ്കിൽ ആരാന് ഒരു തുണി എടുത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയം ആരാൻ തനിക്കത് കുളിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ടാറ്റു കൊടുക്കുന്നത് വിചാരിച്ചിട്ട്, ഓ നീ എന്ത് സ്നേഹമുള്ളത്, ഞാൻ വന്നപ്പോൾ തന്നെ നീ എനിക്കുണ്ട് ഇത്രയൊക്കെ ചെയ്തു തരുന്നില്ലെന്ന് പറയാണ്. ആ സമയം ടാറ്റു എന്തോന്നും ചെയ്തതെന്നൊന്ന് തറ ഉടയ്ക്കുന്ന തുണിയാണ്, മര്യാദയ്ക്ക് സ്ഥലമൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാനിവിടെ നിന്ന് 2-3 ദിവസമായെന്ന് പറയാണ്. ആരാനപ്പോൾ ആ തുണി എടുത്ത് ആടെ ഇവിടെ സൗകര്യം ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ നീ എൻ്റെ റൂമിലാണ് നിൽക്കുന്ന, മര്യാദയ്ക്ക് ചെയ്തോ, ഇല്ലെങ്കിൽ അതിനിപ്പോൾ പറഞ്ഞു വിടുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആരാനാണെങ്കിൽ വേറെ വഴിയില്ലാതെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന ഹോയിനെയാണ്. ഹോയി ഇപ്പോൾ ആ ഒരു അമ്പലത്തിൽ ഇങ്ങനെ മെൻസ് ബാത്റൂം ആ ഒരു ഏരിയയിൽ കുളിച്ചിട്ട് ഇങ്ങനെ കണ്ണാടിയിലൊക്കെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ബാത്റൂമിൽ നിന്ന് ഒരു ലേഡി ഇറങ്ങി വരികയാണ്. ഈ ലേഡി മറ്റാരുമല്ല, നമ്മുടെ ഈ ഒരു അമ്പലത്തിൻ്റെ മെയിൻ അധികാരി എന്ന് പറയുന്ന ആ ഒരു ലേഡിയാണ്. അപ്പോൾ ഇവരെ കണ്ടതും നമ്മുടെ ഹോയി ഉണ്ടേ നിങ്ങളെന്തിനാ മെയിൻസ് ടോയ്ലറ്റിൽ നിൽക്കുന്നത്, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് നോക്കിയാണ്. ആ സമയം ലേഡി ഇത് ലേഡീസ് ബാത്റൂമാണ്, നിനക്ക് മാറിപ്പോയാന്ന് പറയുന്നുണ്ട്. ആ സമയമാണ് അവൻ അയ്യോ മാറിപ്പോയെന്ന് പറയുന്നത്. ആ സമയം അവിടെ നിന്ന് എല്ലാ പെമ്പിളേരും വരുന്നുണ്ട്. ഇവൻ പേടിച്ച് ഓടുകയും ചെയ്യാണ്. അങ്ങനെ അവൻ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്താണ്. എല്ലാവരും കൂടി ഇവനായിട്ട് വളഞ്ഞിട്ട് നീ അവിടെ എന്താണ് ചെയ്യുന്നത്, നീ എന്ത് കളത്തിലാണ് കാണിക്കുന്നത്, നീ എന്താ ഒളിഞ്ഞു വെക്കാനായിട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം അവൻ ഇല്ല മനഃപൂർവ്വമല്ല, അതറിയാതെ മാറിപ്പോയതാണ്, എനിക്ക് ബോർഡൊന്നും ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല, ഞാൻ അവിടെ വന്നിട്ട് ആ 1-2 ദിവസമായതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ടാറ്റുവിൻ്റെ അമ്മയും വന്നിട്ട് ഇതെൻ്റെ മോൻ്റെ ഫ്രണ്ടാണ്, ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം നമ്മുടെ അധികാരിയായിട്ടുള്ള ആ ഒരു ലേഡിയാണെങ്കിൽ നിനക്ക് എന്ത് ജോലി ചെയ്യാൻ അറിയാമെന്ന് വെച്ചപ്പോൾ എനിക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ അറിയാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ലേഡി എനിക്ക് പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വാ, എനിക്ക് ഒരു ഡ്രൈവിന് പോകണം, നീ എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ 2-3 ക്വസ്റ്റ്യൻസും കൂടെ ചോദിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഹോയെ സമ്മതിച്ചിട്ട് അവർ റെഡി ആവാനായിട്ട് പോവാണ്. അതിനുശേഷം കാണി നമ്മുടെ ജാക്കിനെയും ജോക്കറിനെയാണ്. നമ്മുടെ ജാക്കാണെങ്കിൽ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ജോക്കർ സ്കൂളിലത്തെ ക്യാഷുള്ള പേന പെൻസിൽ സംഭവം എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം ജാക്കാണെങ്കിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചപ്പോൾ നീ ടീച്ചറായിട്ട് നിന്നിട്ട് എന്നെ പഠിപ്പിക്കാനായിട്ട് പറയാണ്. അങ്ങനെ അവരിങ്ങനെ പഠിക്കുന്ന പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആ സമയം നമ്മുടെ ജാക്കിൻ്റെ പഴയ ഒരു ഇംഗ്ലീഷ് എഴുതി പഠിച്ച ബുക്കൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷാണ് ഇപ്പോൾ നമ്മുടെ ജാക്ക് പഠിപ്പിക്കുന്നത്. അങ്ങനെ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഇതിൻ്റെ സ്പെല്ലിംഗ് എന്താ, ലവിൻ്റെ സ്പെല്ലിംഗ് എന്താ, കൺഫസ് അതിൻ്റെയൊക്കെ സ്പെല്ലിംഗ് എന്താണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ജോക്കറിന് ഞാനിതിലൊക്കെ പുലിയെ എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം സംഭവം പറയുന്നുണ്ട്. അവളോട് തെറ്റിപ്പോകുന്നുണ്ട്, എന്നാലും അവൻ പറഞ്ഞ് ഒപ്പിക്കുന്നുണ്ട്. അതേസമയമാണ് നമ്മുടെ ജാക്കിൻ്റെ കുഞ്ഞിരത്ത് എഴുതി പഠിച്ചിരുന്ന ഇംഗ്ലീഷ് ബുക്കായിരുന്നു എടുത്തത്. അപ്പോൾ അതിൻ്റെ താഴെ ഞാനാണെങ്കിൽ ഒരിക്കലും തെറ്റിച്ചെഴുതത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജോക്കർ എപ്പോഴും യൂസ് ചെയ്തൊരു സ്മൈലിയുടെ സിമ്പലുണ്ട്, അതും വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴാണ് നമ്മുടെ ജാക്കിനും ജോക്കറിനും ഒരു കാര്യം മനസ്സിലാവുന്നത്, അതായത് കുഞ്ഞിലെ നമ്മുടെ ജോക്കർ എഴുതി പഠിച്ച ബുക്കായിരുന്നു ഇത്. അപ്പോൾ ജോക്കറിന് ഇംഗ്ലീഷ് വലിയ വശമില്ലാത്തതുകൊണ്ട് തന്നെ ജോക്കറിൽ എഴുതി പഠിച്ചപ്പോൾ സ്പെല്ലിംഗ് എല്ലാം തെറ്റായിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ എനിക്കൊന്നും ശരിയാവുന്നില്ല, എന്നെക്കൊണ്ട് ഇംഗ്ലീഷ് പറ്റത്തില്ല എന്ന് എഴുതിയിട്ട് അവൻ ആ പേജിൻ്റെ താഴെ ഞാനിനി ഒരിക്കലും സ്പെല്ലിങ് തെറ്റിച്ച് എഴുതത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോക്കറിൻ്റെ സിമ്പിൾ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേ സമയം ഇങ്ങനെ തെറ്റിച്ചെഴുതിയേക്കുന്ന കണ്ടിട്ട് നമ്മുടെ ജാക്കാണെങ്കിൽ നമ്മുടെ ജോക്കറിന് നീ പേടിക്കണ്ട, മിസ്റ്റേക്കെല്ലാം ഞാൻ മാറ്റി തരാമെന്ന് പറഞ്ഞിട്ട് എല്ലാം മാറ്റിട്ട് മിസ്റ്റേക്കൊക്കെ കറക്റ്റാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ പ്രസൻറ്റിലേക്ക് വന്നപ്പോഴാണ് മനസ്സിലായത് അന്ന് നമ്മുടെ ജോക്കറിനെ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ ജാക്കാണ്. അന്ന് നമ്മുടെ ജാക്ക് ഹെൽപ്പ് ചെയ്ത പയ്യനും ജോക്കറാണ്. അപ്പോൾ ഒരു പണ്ടേ കണ്ടിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. ആ സമയം നമ്മൾ ഇതൊക്കെ ഓർത്ത് കഴിഞ്ഞിട്ട് ജാക്ക് അപ്പോൾ നിനക്ക് ഇപ്പോഴെങ്കിലും മര്യാദയ്ക്ക് ഇംഗ്ലീഷ് അറിയാവോ, ഇങ്ങോട്ട് എഴുന്നേറ്റ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പ്രോമിസ്, ഐ ലവ് യു, ഐ മിസ് യു എന്നുള്ള വേർഡ്സൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ജാക്ക് ലാസ്റ്റായിട്ട് എനിക്ക് പ്രോമിസ് തരാനായിട്ട് പറയാണ്. ആ സമയം ജോക്കർ ഞാനിനി ഒരിക്കലും മോഷ്ടിക്കത്തില്ല പ്രോമിസ് എന്ന് പറയുന്നുണ്ട്. ആ സമയം ജാക്ക് ഞാൻ അതിനല്ല പ്രോമിസ് ചോദിച്ചത്, ഞാൻ എൻ്റെ ഡ്രീമിലെത്തുന്നവരെ നീ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് പ്രോമിസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ജോക്കർ പ്രോമിസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണി നമ്മുടെ ജോക്കർ ജാക്കിനെ ഒരു സ്ഥലത്ത് കൊണ്ടുവരാണ്. ആ സ്ഥലം നമ്മുടെ ജോക്കർ ജാക്കിന് വേണ്ടി മേടിച്ചതാണ് സ്കൂൾ തുറക്കാനായിട്ട്. അങ്ങനെ അതിൻ്റെ കോൺട്രാക്റ്റൊക്കെ കൊടുത്തിട്ട് ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ചതെന്ന് പറയുന്നുണ്ട്. ഈ സമയം നമ്മുടെ ജാക്കിൻ്റെ പഴയ ടേക്ക് വുണ്ട് കോച്ച് അങ്ങോട്ടേക്ക് വരുന്നത്. അന്ന് മുമ്പുണ്ടായ പ്രശ്നത്തിന് ശേഷം നമ്മുടെ ജാക്ക് ആ കോച്ചിനോട് സംസാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ കോച്ച് അങ്ങോട്ടേക്ക് വന്നതും ജോക്കർ നിങ്ങൾ സംസാരിക്കുന്ന പറഞ്ഞിട്ട് മാറി നിൽക്കുകയാണ് അങ്ങോട്ടേക്ക്.
ആ സമയം കോച്ച് വന്നിട്ട് ഇതെൻ്റെ സ്ഥലമാണ്, ഇപ്പോൾ നിൻ്റെ പേരിലാണ്, നിനക്കിത് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം, എൻ്റെ സ്ഥലമാണെങ്കിൽ നിനക്കൊരു പക്ഷേ ഉപയോഗിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും, എന്തായാലും നിനക്ക് ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കോച്ച് പോകാൻ നിൽക്കുകയാണ്. ആ സമയം നമ്മുടെ ജാക്ക് കോച്ചിനെ തടഞ്ഞിട്ട് കോച്ച് തന്നെ ടേക്ക് കൊണ്ട് പഠിപ്പിച്ചുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇവിടെയുള്ള പിള്ളേർക്ക് അത് പഠിപ്പിക്കാനൊരു അവസരം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കോച്ച് എനിക്ക് പഠിപ്പിച്ചതെല്ലാം തന്നെ ആ കുട്ടികൾക്ക് ഞാൻ പഠിപ്പിച്ചെടുക്കും. അതിൽ ഏതെങ്കിലും ഒരു കുട്ടി നാഷണൽ ടീമിൽ ഭാവിയിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെല്ലാത്തിനും കാരണക്കാരൻ കോച്ചാണെന്ന് ഞാൻ പറയും, എല്ലാത്തിനും താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. ആ സമയം കോച്ചും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജാക്ക് കോച്ചിനോട് മുമ്പ് തന്നെ ക്ഷമിച്ചു, കോച്ചിനോട് തനിക്ക് ദേഷ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അതേ നമ്മുടെ കോച്ചിനും സന്തോഷമാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇവർ നേരെ ബാങ്കിലോട്ട് വരുന്നതാണ്, നമ്മുടെ ജാക്കും ജോക്കറും കൂടെ ആയിട്ട്. അപ്പോൾ നമ്മുടെ സേവ് അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ സേവിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ വന്നേക്കുന്നതും. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഈ ഒരു സ്ഥലം ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവർക്ക് എങ്ങനെയോ കുറേ ക്യാഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്യാഷ് വെച്ചിട്ട് നമ്മുടെ ബോസിൻ്റെ കട അടച്ച് തീർക്കാം, ബാക്കി കുറച്ച് ക്യാഷും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സേവ് ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഭാഗ്യം ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോക്കറിനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. ഒരു പക്ഷേ ജോക്കറായിരിക്കും നമ്മുടെ ജാക്കിൻ്റെ ഭാഗ്യം. അതിന് നമ്മുടെ ജോക്കർ വന്നിട്ട് കഴിഞ്ഞു എന്ന് വെച്ചപ്പോൾ ആ കഴിഞ്ഞു, ബാക്കിയുള്ള പൈസ നമുക്കിവിടെ ഇൻട്രസ്റ്റ് ആയിട്ട് വച്ചേക്കാലേ എന്ന് പറഞ്ഞപ്പോൾ സേവാണെങ്കിൽ അങ്ങനെ വെച്ചിരുന്നാൽ വലിയ ഗുണം ഉണ്ടാകത്തില്ല, കൂടുതൽ ലാഭമൊന്നും കിട്ടത്തില്ല എന്ന് പറയാണ്. ജാക്ക് അപ്പോൾ എങ്കിൽ പിന്നെ അല്ലാതെ അക്കൗണ്ട് ഇട്ടേക്ക്, അതിൻ്റെ കാര്യങ്ങളെല്ലാം നീ നോക്കുമെന്ന് പറഞ്ഞിട്ട് സേവിനോട് പറഞ്ഞിട്ട് ഇവർ നേരെ ചെല്ലാണ്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ബോസിൻ്റെ അടുത്ത് നമ്മുടെ ആ ഒരു അമ്പലത്തിലുള്ള ആ ഒരു അധികാരിയായിട്ടുള്ള ലേഡി ഇരിക്കുന്നതാണ്. ആ ലേഡി ആക്ച്വലി നമ്മുടെ റോസിൻ്റെ കൂടെയുള്ളൊരു ലേഡിയാണ്. അപ്പോൾ ഇപ്പോൾ ആ ഒരു ലേഡിയുടെ അടുത്ത് നമ്മുടെ ബോസാണെങ്കിൽ എനിക്ക് റോസിന് ആ മാല കൊടുക്കാൻ പറ്റത്തില്ല, അതെൻ്റെ വൈഫിൻ്റെ മാലയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ലേഡി പക്ഷേ അത് റോസ് പൈസ കൊടുത്ത് മേടിച്ചാണ്, അത് അവൾക്ക് വരേണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വൈഫിൻ്റെ അവസാനത്തെ ഓർമ്മ ഇതാണ്, എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല, പ്ലീസ് എൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ ബോസ് പറയുന്നുണ്ട്. ഇതേ സമയം ലേഡി ഒരു വഴിയുണ്ട്, റോസിന് ജാക്കിനെ കുറേ നാളെ ഇഷ്ടമാണ്, ജാക്കിന് നമ്മുടെ റോസിൻ്റെ കമ്പാനിയൻ അതായത് കൂടെയുള്ള ആളാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ റോസ് ഈ മാല ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് തരുമെന്ന് പറയുന്നുണ്ട്. ഇതിട്ട് ബോസ് അത്രയേ ഉള്ളൂ, റോസിന് ജാക്കിനെയാണോ വേണ്ടത്, അതൊക്കെ ഞാൻ റെഡിയാക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ലേഡി എങ്ങനെ ജാക്കിന് കുറേ പൈസ കിട്ടിയെന്ന് അറിഞ്ഞു, അവൻ മിക്കവാറും കടമൊക്കെ അടച്ച് തീർത്തിട്ട് തൻ്റെ ആളായിട്ട് വർക്ക് ചെയ്യുന്നത് നിർത്തുമെന്ന് പറയാണ്. ആ സമയം ബോസ് അത്ര എളുപ്പത്തിലൊന്നും നിർത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ എന്തോ മനസ്സിൽ ആലോചിച്ച് കൂടുന്നുണ്ട്. അതിനുശേഷം കാണി നമ്മുടെ ജാക്കും ജോക്കറും വീട്ടിലേക്ക് വരുന്നതാണ്. വന്നപ്പോൾ തന്നെ നമ്മുടെ ബോസ് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. ആ സമയം മുത്തശ്ശി നമ്മുടെ ജാക്കിൻ്റെ അടുത്ത് ഞാൻ പോവാം, നിങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാക്കിനെയും ബോസിനെയും സംസാരിക്കാനായിട്ടങ്ങ് വിടാണ്. അങ്ങനെ ജാക്ക് നമ്മുടെ ബോസിൻ്റെ അടുത്ത് വന്നിട്ട് ബോസ് ഇത്രയും കാലം കൂടെ നിർത്തി എന്നെ എല്ലാത്തിനും ചേർത്തതിനും പിന്നെ നോക്കിയതിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്, ഇതാ ഞാൻ നിങ്ങളുടെ അവസാനത്തെ പേയ്മെൻറ്റ് അടച്ചു തീർക്കുകയാണ്, ഇതോടെ എനിക്ക് നിങ്ങളുമായിട്ടുള്ള വർക്ക് തീർന്നു, ഞാൻ എൻ്റെ മൊത്തം കടവും അടച്ചു തീർത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു പൈസ ബോസിൻ്റെ കൊടുക്കുകയാണ്. ബോസ് അപ്പോൾ ഇനി നീ എന്നോട് വർക്ക് ചെയ്യുന്നില്ലെന്ന് വെച്ചപ്പോൾ ഇല്ലയെന്ന് പറയാണ്. ബോസ് അപ്പോൾ നീ എവിടെ പോകുമെന്ന് വെച്ചപ്പോൾ ഞാനൊരു കുഞ്ഞ് സ്കൂള് റെഡിയാക്കാൻ പോവുകയാണ് ഇവിടുത്തെ പിള്ളേർക്ക് വേണ്ടി എന്ന് പറയുന്നുണ്ട്. ആരുടെ കൂടെയാണെന്ന് പറഞ്ഞപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ കൂടെയെന്ന് പറയുന്നുണ്ട്. ഏത് ഫ്രണ്ടാണെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ജാക്ക് മിണ്ടാതിരിക്കുകയാണ്. ബോസ് അപ്പോൾ പറയണ്ട, എനിക്ക് മിക്കവാറും അറിയാൻ ചാൻസ് ഇല്ല, എന്തായാലും നീ അടച്ചു തീർത്തതിൽ സന്തോഷമുണ്ട്, പക്ഷേ നീ എന്നെ മറന്നു കളയരുത്, ഇടയ്ക്കിടയ്ക്ക് വന്ന് മീറ്റ് ചെയ്യണം, പിന്നെ ഇതാ നിൻ്റെ പാരൻസിൻ്റെ വെഡ്ഡിങ് റിംഗ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു വെച്ച അവൻ്റെ മോതിരം തിരിച്ചു കൊടുക്കുന്നുണ്ട്. ജാക്കിന് ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. ബോസ് അങ്ങനെ അവിടെ നിന്ന് പോവുകയാണ്. പുറത്തിറങ്ങുന്ന ടൈമിൽ ജോക്കറിനെ കാണുന്നുണ്ട്, ജോക്കറിനെ നോക്കി ചിരിച്ചിട്ട് ബോസ് പോവുകയാണ്. ഇതേ സമയം നമ്മുടെ സേവിനെ കാണിക്കുമ്പോൾ ഹോപ്പിൻ്റെ റൂമിലോട്ട് വന്നിട്ട് ഹോപ്പിന് കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. ഹോപ്പ് അപ്പോൾ ഫുഡ് കഴിക്കാൻ നേരമില്ല, ബോസ് മിക്കവാറും വെയിറ്റ് ചെയ്യായിരിക്കും, എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് എഴുന്നേക്കാൻ നിന്നപ്പോൾ നമ്മുടെ സേവാണെങ്കിൽ എന്തോ മനസ്സിലിങ്ങനെ ആലോചിച്ച് കൂട്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഓൾറെഡി റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറയാണ്. അവനിനി എന്തെങ്കിലും പണി ഒപ്പിച്ച് വെച്ചോ ആർക്കും ഒരു ഐഡിയ ഇല്ല. അതിനുശേഷം പിന്നെയും നമ്മുടെ ജാക്കിനെയും ജോക്കറിനെയും കാണിക്കുമ്പോൾ എല്ലാ പ്രശ്നവും സോൾവായി, ഇനി മനസ്സമാധാനമായിട്ട് ജീവിക്കാമെന്ന് ഇങ്ങനെ പറയാണ്. ആ ടൈമിലാണ് പെട്ടെന്ന് നമ്മുടെ ജാക്കിൻ്റെ മുത്തശ്ശി വയ്യാണ്ട് തല ഇറങ്ങി താഴെ വന്ന് വീഴുന്നത്. അങ്ങനെ ഇവർ ഓടിച്ചെന്ന് മുത്തശ്ശി എന്ത് പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അതും കാണിച്ച് ഈ ഒരു എപ്പിസോഡോടെ എൻ്റെ ആകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ബൈ.